ഹായ് ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഗ്രീൻ ആരോസ് ട്രേഡിംഗ് അക്കാദമിയുടെ മറ്റൊരു മാർക്കറ്റ് അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ മാർക്കറ്റ് അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നത് മാർക്കറ്റിൽ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയൊരു ഹോൾട്ട് ക്യാൻഡിലാണ് എന്നുള്ളതാണ്. അതിനുശേഷം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പോസിറ്റീവായിട്ട് മാറുകയാണെങ്കിൽ മാത്രം നമ്മൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നെഗറ്റീവ് വ്യൂ നമുക്കില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ സ്റ്റുഡൻസിൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് എടുത്തു എന്ന് പറയുന്നത് ഫിൻനിഫ്റ്റിയിൽ 23,138 എന്നുള്ള ലെവൽ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എൻട്രിയാണ് ആകെ എടുത്തിട്ടുണ്ടായിരുന്നത്. 23,100 താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് 23,138 നമ്മൾ എൻട്രി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 23,200 വരേക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ടാർഗറ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ഇന്നലെ നമുക്ക് മനസ്സിലായത് ഡൗൺ സൈഡ് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിയത് ഡൗൺ സൈഡ് വരുന്ന മാർക്കറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, വളരെ സ്ലോയിൽ വരില്ല എന്നുള്ളതാണ്. നമ്മൾ പറഞ്ഞിട്ടുള്ളതും അത് തന്നെയായിരുന്നു, ഡൗൺ സൈഡ് വളരെ ഫാസ്റ്റ് ആയിട്ട് വരും എന്നുള്ളതും. അതുപോലെ മേലേക്ക് പോകുന്ന മാർക്കറ്റ് ആണെങ്കിൽ വളരെ സ്ലോവിൽ പോവാം എന്നുള്ളതുമാണ്. ഇന്ന് 3 മണിക്ക് ശേഷമുള്ള മാർക്കറ്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടാവും. കറക്റ്റായിട്ട് അരമണിക്കൂർ കൊണ്ട് എന്ത് ചെയ്തു, 23,240 അല്ലെങ്കിൽ 250 എന്നുള്ള ലെവലിൽ നിന്ന് 23,138 എന്നുള്ള ലെവലിലേക്ക് വളരെ സ്പീഡായിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തത്, ഫോൾ ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സെല്ലിംഗ് മാർക്കറ്റ് ആണെങ്കിൽ സെൽ ഓഫ് ക്യാൻഡിൽസ് വളരെ സ്പീഡിൽ ലെങ്ത് ഉള്ള മാർക്കറ്റ് ആവും, അല്ലെങ്കിൽ ലെങ്ത് ഉള്ള ക്യാൻഡിൽസ് ആവും എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത് എന്താണ്, മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ആകെ കിട്ടിയ ട്രേഡ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്നൊക്കെ എൻട്രി ഉണ്ടായിരുന്നു ഇല്ല എന്നുള്ളതല്ല, പക്ഷെ എന്തുണ്ടായിരുന്നു, നമുക്ക് പ്രോപ്പറായിട്ടൊരു സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ലൈവിൽ കയറിയ സ്റ്റുഡൻസ് ആണെങ്കിലും നമ്മുടെ കൂടെ ഇരുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ഒരു ട്രേഡ് മാത്രമായിരിക്കും ഇന്ന് ഹോൾസെയിലേക്ക് എടുത്തിട്ടുണ്ടാവുക. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് ഈ ഒരു ട്രേഡിൽ കിട്ടും ചെയ്തിട്ടുണ്ടാവും. 1:2 or 3 അതിൽ കൂടുതൽ പ്രീമിയത്തിൽ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും നാളെ നമ്മൾ മാർക്കറ്റ് എങ്ങനെ ട്രേഡ് പ്ലാൻ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്തുള്ളത് മിഡ് ക്യാപ്പ്, അതേപോലെ ഫിൻനിഫ്റ്റി ആയിരുന്നു. ഫിൻനിഫ്റ്റി ഈ സമയത്ത് 1.3% മുകളിൽ മാർക്കറ്റ് അപ്സൈഡ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി നാളെ നിഫ്റ്റി ബാങ്കിന്റെ എക്സ്പയറി ആണ് എന്നുള്ളതും, അതേപോലെ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്തത്, ഇനിയുള്ള ദിവസങ്ങളിലെ മൂവ്മെന്റ് എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ ഉണ്ടാവും അല്ലേ. കാരണം നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ഡൗൺ സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അതിന് മുകളിൽ വരികയാണെങ്കിൽ ഡെയിലി ക്യാൻഡിൽ നമ്മൾ ഒരു ബുള്ളിഷ് വ്യൂലാണ് എന്നുള്ളതാണ്. മാർക്കറ്റ് ഇന്ന് 51,000 എന്നുള്ള ലെവൽ വരെ വന്നിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ. പക്ഷെ എന്ത് ചെയ്തു, ലാസ്റ്റ് മിനിറ്റ് അരമണിക്കൂറിന്റെ സെൽ ഓഫ് കാരണമാണ് മാർക്കറ്റ് കുറച്ച് താഴെ വന്ന് ക്ലോസ് ചെയ്തതെന്നാണ്. ഇപ്പോൾ ഒരു ഡബിൾ ബോട്ടം എന്നുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്ത് നിഫ്റ്റി ബാങ്ക് മുകളിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളെ ഈ ഒരു ഹൈ 51,000 മുകളിൽ ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ പോലും ഞാൻ എൻ്റെ വ്യൂ എന്താണ്, പോസിറ്റീവ് ആണ്. ഫസ്റ്റ് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ 51,170 ആണ്, അല്ലെങ്കിൽ 51,220 ഒക്കെയാണ്. ആ ഒരു ലെവലൊക്കെ മാർക്കറ്റ് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് നാളത്തെ മാർക്കറ്റിനെ നോക്കി കാണുന്നത്. അപ്പോൾ ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം പോസിറ്റീവ് ആണ് എന്നുള്ളതാണ്. നിഫ്റ്റി ബാങ്കിന്റെ കേസാണ് പറഞ്ഞത്. ഇനി മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്യുന്നത് നമ്മുടെ 51,000-ന്റെയും അതേപോലെ 51,000-ന്റെയും 50,700 ഇടക്കാണെങ്കിൽ അതിനകത്തുള്ള ട്രേഡുകൾ ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ബ്രേക്ക് ഔട്ടോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗണോ കിട്ടുന്ന സമയത്ത് പുതിയ ട്രേഡുകൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ല ട്രേഡ്. കാരണം നാളെ എന്ത് ചെയ്യാൻ പാടില്ല, മാർക്കറ്റ് 51,027 മുകളിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്താൽ പോലും ചെറിയ റീടെസ്റ്റ് തരാം, അല്ലെങ്കിൽ തരാണ്ട് പോവാം. എന്തായാലും ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കോൾ സൈഡിലേക്കും, അതേപോലെ ഈ ഒരു ലെവൽ 50,290 എന്നുള്ള ലെവലിൽ താഴെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ നെഗറ്റീവ് സൈഡിലേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. ഇതിനകത്തുള്ള ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇനി ചെറിയ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് 50,400 420 ഓപ്പൺ ചെയ്ത് ചെറുതായിട്ട് 50,300 വരെ വന്നാൽ പോലും ഞാൻ ഇവിടുന്ന് റിജക്ഷൻ മാർക്കറ്റ് എടുക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഈ ഒരു ഏരിയ മാർക്കറ്റ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ 50,294 അല്ലെങ്കിൽ 50,300 റിജക്റ്റ് ചെയ്യുകയാണ്, ഒരു സ്ട്രോങ് ബൈയിങ് ക്യാൻഡിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ട്രേഡുകൾ കോൾ സൈഡിലേക്കാണ്. വലിയ ടാർഗറ്റ് നോക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 50,600 അത് കഴിഞ്ഞ് 50,700 എന്നുള്ള ലെവലിലാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടുന്ന് ഒരു സപ്പോർട്ട് എടുത്ത് കയറുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്,
കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നത് അതങ്ങനെയാണെങ്കിൽ 50,700 വരെയൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിന്റെ ഇടയിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ 50,700ന്റെയും 51,000 ഇടയിലാണെങ്കിൽ ഏത് സൈഡിലെങ്കിലും ബ്രേക്ക് ഡൗൺ കിട്ടിയതിനു ശേഷം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഇത്തരത്തിലാണ് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നാളേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി നിഫ്റ്റി 50യുടെ കേസിലാണെങ്കിൽ വലിയൊരു മൂവ്മെന്റ് ഒന്നും തന്നിട്ടുണ്ടായില്ല. 24,600 24,720 എന്നുള്ളവർക്ക് രാവിലത്തെ ഒരു സെഷനിൽ ഒരു മൂവ്മെന്റ് തന്നു എന്നുള്ളതല്ലാതെ കാര്യമായിട്ട് വലിയ മൂവ്മെന്റുകളൊന്നും തരാതെ ഒരു സൈഡ് വൈസ് മാർക്കറ്റ് ആയിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50യിൽ ഈ ലെവൽ മുകളിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ കോൾ സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അത് ഡെയിലി ക്യാൻഡിൽ ആയിട്ടാണെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴെന്താണ് നിഫ്റ്റി 50 ഒരു അപ്സൈഡ് മൊമെന്റം തന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ക്യാൻഡിലെ പ്രീവിയസ് ക്യാൻഡിലെ ലോയിലാണ് ഇപ്പം എന്ത് ചെയ്തിട്ടുള്ളത് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും 24,850 അല്ലെങ്കിൽ 860 എന്നുള്ള ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്ത് പുതിയ ട്രേഡുകൾ എടുക്കാൻ പറ്റും എന്നുള്ളതാണ് നിഫ്റ്റിയിൽ നമുക്കുള്ളത്. ഗ്യാപ് ഡൗൺ ആണെങ്കിൽ നമ്മൾ നിഫ്റ്റി 50യിലെ ട്രേഡുകൾ മാക്സിമം ഒഴിവാക്കും. നിഫ്റ്റി ബാങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇപ്പോൾ നിഫ്റ്റി 50 ട്രേഡ് എടുക്കാതെ നിഫ്റ്റി ബാങ്കിലേക്ക് പോകുമെന്നുള്ളതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ എടുക്കുന്ന സ്റ്റോക്കുകളിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് നിഫ്റ്റി എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകളാണെങ്കിൽ ആ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റോക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല മൂവ്മെന്റ് ഇല്ല അല്ലെങ്കിൽ നിഫ്റ്റിക്ക് അനുകൂലമായിട്ട് മൂവ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ മാക്സിമം ഇൻട്രാഡേ ട്രേഡ് ചെയ്യാൻ നോക്കുക. ലാർജ് ക്യാപ്പിൽ മാത്രം നോക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന രാധിക ജോൾട്ടൊക്കെ ഏകദേശം ഒരു 98.22 രൂപ എന്നുള്ള ലെവലിക്ക് ഇന്ന് ഒരു ദിവസം 8% മുകളിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് റിട്ടേൺ തന്നിട്ടുണ്ട്. ഇന്നലെ ഏകദേശം 20% തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ 3 മാസമായിട്ട് മേടിച്ച് വെച്ച സ്റ്റോക്കാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസം കൊണ്ട് ഏകദേശം ഒരു 35-40% റിട്ടേൺ തന്നു എന്നുള്ളതാണ്. നമ്മളെടുത്ത NMDC ഇന്ന് അത്യാവശ്യം കയറിയിട്ടുണ്ട്. ഡാബർ കയറുന്നുണ്ട്, ബർഗർ കയറുന്നുണ്ട്, അതേപോലെ അരവിന്ദും കയറുന്നുണ്ട്. ഇപ്പം ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ ലോങ് ടേമിലോ ഷോർട്ട് ടേമിലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇത്രയും സ്റ്റോക്കുകളും എന്ത് ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല മൂവ്മെന്റ് തന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ SIP ചെയ്യുന്ന NMDC ആണ്. NMDC നമ്മൾ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു SIP ആയിട്ട് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. എന്ത് ചെയ്യാം നമുക്ക് ഭാവിയിൽ നല്ല ഒരു മൂവ്മെന്റ് അതിൽ കിട്ടുമെന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യത്തെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പേജ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക.